ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ആശുൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നാളെ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഏതാണ് എക്സാം വരുന്നത്? നമ്മുടെ ഇംഗ്ലീഷ് ആണ് എക്സാം വരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ കുറെ മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോ കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് മിസ്സിന് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ കൂട്ടുകാർ വെറും 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ കൂട്ടുകാർക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള ഇത്തരത്തിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നാളത്തെ ഇംഗ്ലീഷ് എക്സാമിന് ഏതെല്ലാം മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള കാര്യമാണ് മിസ് ഇപ്പം പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്കുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ലിസണിംഗ് കോംപ്രിഹെൻഷൻ എന്നതായിരിക്കും കേട്ടോ. അവിടെ കൂട്ടുകാർക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാന്ന് വെച്ചാൽ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു സ്റ്റോറി പറഞ്ഞു തരും. എന്നിട്ട് ആ സ്റ്റോറിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് മിസ് സ്റ്റോറി പറഞ്ഞു തരികയാണ് ചെയ്യുക. ഒരിക്കലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കില്ല ആ ഒരു സ്റ്റോറി തരിക കേട്ടോ. അപ്പൊ മിസ് പറയുന്ന സമയത്ത് മക്കൾ എന്തെങ്കിലും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ടീച്ചർ 1-2 തവണ മാത്രമേ ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. ആ സ്റ്റോറി നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ മക്കളെ, നിങ്ങൾക്ക് തന്നിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാര്യം മിസ് പറയുന്ന ആ ഒരു സ്റ്റോറിയിലായിരിക്കും നിങ്ങളുടെ ഉത്തരം എല്ലാം ഒളിഞ്ഞിരിപ്പുണ്ടാവുക. ഓക്കെ മക്കളെ, മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അത്തരത്തിലൊരു സ്റ്റോറിയെ കുറിച്ചിട്ട് നമ്മുടെ റോക്കിയെ കുറിച്ചിട്ടായിരുന്നു സ്റ്റോറി ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ആ ഒരു ഭാഗം നന്നായിട്ട് അറിയായിരിക്കും. അപ്പൊ റോക്കിയെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു, ടീച്ചർ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. റോക്കിക്ക് എന്ത് കിട്ടി, ഒരു ബോണ് കിട്ടി. പിന്നെ അവനെ കുറച്ച് എന്ത് ചെയ്തു, സ്ട്രീറ്റ് ഡോഗ്സിലെ തെരുവ് നായകൾ വന്ന് അവനെ ആക്രമിക്കാൻ വന്നതും എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെയായിരുന്നു നമ്മുടെ ആ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു, ആ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഏതൊക്കെയാണ് റോങ് എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് തൊട്ട് മുന്നത്തെ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചിലപ്പം ആ രീതിയിലും വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ എന്നുള്ള രീതിയിലും വരാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രവർത്തനത്തില് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസും വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ മക്കൾ ഇത് നോക്കുക. പിന്നെ ആ ഒരു ഭാഗത്ത് ചിലപ്പോൾ മക്കൾക്ക് സ്റ്റോറിയാണ് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെങ്കിൽ മക്കളെടുത്ത് എന്ത് പറയും, ആ ഒരു സ്റ്റോറിക്ക് ഹെഡ്ലൈൻ കൊടുക്കുക എന്നുള്ള രീതിയിലും പറയൂ കേട്ടോ. അപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആ സ്റ്റോറി എന്താണെന്നുള്ളത് അത് നന്നായിട്ട് കേട്ടിരിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിന് 5 മാർക്ക് നേടാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഈ സെയിം സാധനം തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ എന്തുണ്ടായിരിക്കും മക്കളെ, ആ തന്നിട്ടുള്ള സ്റ്റോറി ഉണ്ടായിരിക്കും. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞതിൽ എന്താണ്, ആ ഒരു കോംപ്രിഹെൻഷൻ നമ്മുടെ ചോദ്യ പേപ്പറിൽ ഇല്ലായിരുന്നു അല്ലെ, സ്റ്റോറി നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ചോദ്യ പേപ്പറിൽ ആ ഒരു ഭാഗം തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ആദ്യം 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് മക്കളെ നന്നായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യത്തിലോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് നിങ്ങളുടെ ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ചാപ്റ്റേഴ്സിലെ ക്യാരക്ടേഴ്സിനല്ലേ, കഥാപാത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചിലപ്പം സ്റ്റോറി തരുമായിരിക്കും. എങ്കിലും നമ്മൾ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല, മിക്കപ്പോഴും പുറത്തു നിന്നുള്ള ഓരോ സ്റ്റോറികളൊക്കെയാണ് നമുക്ക് തരാറുള്ളത് കേട്ടോ. അപ്പൊ അത് മക്കൾ ശ്രദ്ധിക്കുക. നമുക്ക് 5 മാർക്കും എവിടെ തന്നെ ഉണ്ടായിരിക്കും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെ മക്കളെ നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഒരു സ്റ്റോറിയിൽ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് മക്കൾ ഓരോ ചോദ്യത്തിനും ഉത്തരം എവിടെയാണ് എന്നുള്ളത് മക്കൾ കണ്ടെത്തി എഴുതിയാൽ മാത്രം മതി. എഴുതല്ലോ മക്കളെ, 5 മാർക്ക് നിങ്ങൾ അത്തരത്തിലൊരു ചോദ്യം വന്നാൽ നിങ്ങൾ മേടിക്കല്ലോ. ഓക്കെ, അതിലും മക്കൾക്ക് വരാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ 5 മാർക്കിൽ ഒന്നെന്ന് പറയുന്നത് മക്കൾക്ക് വായിക്കാനായിട്ട് സ്റ്റോറിയാണ് തന്നതെങ്കിൽ ആ സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ഹെഡ്ലൈൻ കൊടുക്കാനായിട്ട് പറയൂ കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് ശ്രദ്ധിക്കുക. എന്താണ് ആ സ്റ്റോറി, അതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനൊരു ഹെഡ്ലൈൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ 2 ആക്ടിവിറ്റീസ് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. 3ാമത് പിന്നെ മക്കൾക്ക് വരാവുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് റിഡിൽസ് എഴുതാനായിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. റിഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, നിങ്ങൾ കടങ്കഥ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്താ എങ്ങനെയാ വരാന്ന് വെച്ചാൽ കുറച്ച് ക്ലൂസ് തരും നിങ്ങൾക്ക്. ആ ക്ലൂസ് നോക്കിയിട്ട് ആരാണ് ഞാൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അതെന്താണോ അതിന്റെ ഉത്തരം എന്നുള്ളത് മക്കള് കണ്ടെത്തി എഴുതാനായിട്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ.
അത് നമുക്ക് തൊട്ട് മുന്നേ വർഷം വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ചാപ്റ്റേഴ്സിലെ കഥാപാത്രങ്ങൾ അല്ലെ ക്യാരക്ടേഴ്സിന്റെ പ്രത്യേകതകളൊക്കെ കൊടുത്തുകൊണ്ട് അത് ആരാ എന്നുള്ള രീതിയിലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ചിലപ്പം അങ്ങനെ നിങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ ചില ആനിമൽസ് ഒക്കെ ആൻസർ ആയി വരുന്ന രീതിയിൽ. ഇപ്പൊ നമ്മൾ ക്രോയിനെ എടുക്കുക, കാക്കയെ എടുക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറയാണ്, ഞാനൊരു ബേർഡ് ആണ്, എനിക്ക് പറക്കാൻ കഴിയും, എന്റെ കളർ എന്താണ്, ബ്ലാക്ക് കളറാണ്, അതേപോലെ തന്നെ ഞാൻ നിങ്ങളുടെ സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ആക്കും എന്ന് പറയുകയാണെങ്കിൽ അത് ഓഫ് കോഴ്സ് ആരാണ് മക്കളെ? യെസ്, ആരാണ് ആൻസർ ആയിട്ട് വരിക? കാക്കയാണ് വരിക അല്ലെ. ഇനിയിപ്പോ നിങ്ങളോട് പറയാം ഞാനൊരു ബിഗ്ഗസ്റ്റ് ആനിമൽ ആണ്, ബ്ലാക്ക് കളറിലാണ് ഞാനുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ആരാണത്? എലിഫന്റ് ആണെന്ന് മക്കൾക്ക് അറിയാം അല്ലെ. അങ്ങനെ ക്ലൂ തന്നിട്ട് എന്താണ് അതിന്റെ ആൻസർ എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറയും. അത്തരത്തിൽ റിഡിൽസ് എഴുതാനായിട്ടുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞല്ലോ ക്ലൂസ് തന്നിട്ട് ആൻസർ എഴുതാനായിട്ടുണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻസർ തന്നിട്ട് മക്കളോട് എന്ത് ചെയ്യാൻ പറയും? അതിനെ കുറിച്ചിട്ട് ഒരു റിഡിൽസ് സ്വയം എഴുതാനായിട്ട് പറയും. ഇപ്പൊ എലിഫന്റ് ആണ് ആൻസർ വരുന്നത്, അങ്ങനെയാണെങ്കിൽ എലിഫന്റിനെ കുറിച്ച് മക്കളെടുത്ത് എന്ത് ചെയ്യാനായിട്ട് പറയും? ഇത്തരത്തിൽ ക്ലൂസ് എഴുതാനായിട്ട് പറയും. അപ്പൊ ആ രണ്ട് രീതിയിൽ മക്കൾക്ക് എന്ത് വരാറുണ്ട്? റിഡിൽസ് വരാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ എന്ന് പറയുന്ന ഒരു ചോദ്യവും വരും. അവിടെ നമുക്ക് ഈ മുന്നേ ഒരു പ്രാവശ്യം നമ്മുടെ ക്രോയും അതുപോലെ തന്നെ റോക്കിയും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് നമ്മുടെ റോക്കി എന്ത് ചെയ്തു? നമ്മുടെ കാക്കയൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ കാക്ക അവന് ഒരു ഗിഫ്റ്റുമായിട്ട് വരികയാണ്. ഒരു ബോണാണ് എന്ത് ചെയ്യുന്നത്? അവള് ഗിഫ്റ്റുമായിട്ട് കൊണ്ടുവരുന്നത്. ആ സമയത്ത് നമ്മുടെ റോക്കി ആണെങ്കിൽ വല്ലാതെ വിശന്നിട്ട് ഒരു മരത്തിന്റെ താഴെ എന്ത് ചെയ്തു? അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ കാക്ക വന്ന് ചോദിക്കുകയാണ് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയാണെന്ത്? എനിക്ക് ഐ ആം ടു ഹംഗ്രി എന്നൊക്കെ പറയണം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു എന്നൊക്കെ പറയാണ്. അപ്പൊ നമ്മുടെ ക്രോ എന്ത് ചെയ്യും? അവളുടെ കയ്യിലുള്ള ആ ബോൺ അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാണ്. അപ്പൊ അതായിരുന്നു നമുക്ക് തൊട്ട് മുന്നേ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനുള്ള കൂട്ടുകാർ എന്ത് ചെയ്യാം? വീഡിയോ കാണാത്ത മക്കൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് കണ്ടാൽ മക്കൾക്ക് മനസ്സിലാവും ആ ഒരു കോൺവെർസേഷൻ. അപ്പൊ അത്തരത്തിൽ മക്കൾക്ക് ഒരു കോൺവെർസേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ഒരു കോൺവെർസേഷൻ വരുന്ന സമയത്ത് മക്കൾ എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കോൺവെർസേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് മക്കൾക്ക് അറിയില്ല കുറച്ചധികം എഴുതാനായിട്ടുണ്ടായിരിക്കും. അപ്പൊ എനിക്ക് ഇത്രയൊന്നും എഴുതാൻ പറ്റില്ല എന്നോർത്തിട്ട് മക്കൾ മടിച്ചിരിക്കരുത്. കോൺവെർസേഷനിൽ നിങ്ങൾക്ക് ചില ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? തന്നിട്ടുണ്ടായിരിക്കും. അതായത് അതിൽ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മക്കൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ ക്രോയും അതുപോലെ തന്നെ റോക്കിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് എന്ന് ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ റോക്കിയെ കാണുന്ന സമയത്ത് നമ്മുടെ കാക്ക എന്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും? വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരു ചോദ്യം നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ റോക്കി എന്ത് മറുപടി പറയും? ആ ചോദ്യത്തിന് എന്താണോ അതല്ലേ ആൻസർ ആയിട്ട് അവൻ പറയാ. അപ്പൊ അവൻ എന്ത് ചെയ്യും? ആ ചോദ്യം തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം അതിന്റെ ഉത്തരം എന്നുള്ളത് മക്കൾ പറഞ്ഞു നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൻ പറയണേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നു എന്നാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും ക്രോ ചോദിച്ചിട്ടുണ്ടായിരിക്കുക? നിനക്ക് എന്ത് പറ്റി എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ചോദ്യമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നതെന്ന് വെച്ചാൽ എന്താണ് അതിന്റെ ആൻസർ വരിക എന്നുള്ള രീതിയിൽ എഴുതുക. ഇനി ആൻസർ ആണ് നിങ്ങൾക്ക് തന്നതെന്ന് വെച്ചാൽ എന്തായിരിക്കും അതിൽ ചോദ്യം വരിക എന്നുള്ളത് മക്കൾ ആദ്യം മനസ്സിൽ പറഞ്ഞു നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക? കോൺവെർസേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് കോൺവെർസേഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വിസാർഡ് ഓഫ് ഓസിന്റെ മക്കൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ ഡൊറോത്തിയെ ഓർമ്മ അവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വരാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു വലിയ സ്റ്റോമിന് ശേഷം, കൊടുങ്കാറ്റിന് ശേഷം നമ്മുടെ ഡൊറോത്തിയും അതുപോലത്തെ ഡൊറോത്തി എവിടെ എത്തിയിട്ടുണ്ട്? നമ്മുടെ വിസാർഡ് ഓഫ് ഓസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവൾക്ക് അവളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം അല്ലെ. അപ്പൊ അതിനൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ആരുടെ എത്തിയിട്ടുള്ളത്? നമ്മുടെ വിസാർഡ് ഓഫ് ഓസിന്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. ആ സമയത്ത് നമ്മുടെ വിസാർഡ് ഓഫ് ഓസും അതുപോലെ തന്നെ ഡൊറോത്തിയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ചിലപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്ത കൂട്ടുകാർക്ക് ടീച്ചർ എന്ത് ചെയ്യും? അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, ആ സമയത്ത് നമ്മുടെ വിസാർഡ് ഓഫ് ഓസ് ഡൊറോത്തിയെ കണ്ട സമയത്ത് തന്നെ അദ്ദേഹം എന്ത് പറയാണ്? അവളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മച്ച് കിങ്സിനെ ഇവിടുന്ന് രക്ഷിച്ചിട്ടുണ്ട് അല്ലെ, അവർക്ക് നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഫ്രീഡം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡൊറോത്തിയോട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു ഫസ്റ്റ് ഡയലോഗ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഡൊറോത്തി എന്തായിരിക്കും അവരോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും? എനിക്ക് എന്റെ നാട്ടിലോട്ട് തിരിച്ചു പോകണം അല്ലെ. അപ്പൊ നമ്മുടെ വിസാർഡ് ഓഫ് ഓസിനോട് എന്നെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഡൊറോത്തി ചോദിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഡൊറോത്തിയും അതുപോലെ തന്നെ വിസാർഡ് ഓഫ് ഓസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ആ ഭാഗം നന്നായിട്ട് നോക്കിയിട്ട് പോവാ. നമ്മുടെ ട്യൂഷനുള്ള കൂട്ടുകാർക്ക് ടീച്ചർ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആഡ് മോർ ലൈൻസ് എന്നതാണ് കേട്ടോ. അതൊന്നും മക്കളെ നമ്മുടെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല, നമുക്ക് പുറത്തു നിന്ന്
നിന്നായിരിക്കും ആ ഒരു സോങ് ഒക്കെ ചോദിക്കേണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ആഡ് മോർ ലൈൻസ് എന്നുള്ള ചോദ്യം വരുന്ന സമയത്ത് മക്കൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മിക്കപ്പോഴും 4 ലൈൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന് കാണാറുള്ളത്. 4 ലൈൻസ് ഉണ്ടായിരിക്കും. പിന്നീട് ഒരു 4 ലൈൻസും കൂടി നമ്മളോട് ആഡ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ മിക്കപ്പോഴും വരാറുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മക്കളൊന്ന് അവിടെ ശ്രദ്ധിക്കുക. ഈ 4 ലൈൻസിൽ ചിലപ്പോൾ ഒരു 2 ലൈൻ അല്ലെങ്കിൽ ഒരു 3 ലൈനിനെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന വരികൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഏതാ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യാം, ആദ്യം കണ്ടെത്തുക. അപ്പൊ അതൊക്കെ നമുക്ക് വെറുതെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഓരോരോ ടെക്നിക്കാണ് കേട്ടോ. നമുക്ക് 2 ലൈൻസ് എന്ത് ചെയ്യുക, അതിലുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് അതിൽ 3ാമത്തെ വരിയിൽ ചിലപ്പോൾ 1ഓ 2ഓ വേർഡ്സ് മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് പുതിയ രീതിയിലുള്ള ഒരു സ്റ്റാൻസ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ അത് മക്കൾ ശ്രദ്ധിക്കുക. ആഡ് മോർ ലൈൻ എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് മക്കൾക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന വരികൾ ഏതാ എന്നത് മക്കൾ ആദ്യം ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് മക്കൾ ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കണ്ടതാണ് ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ. നമ്മൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മിക്കാനായിരുന്നു നമുക്ക് ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ അത് അത്തരത്തിലുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഒക്കെ നിർമ്മിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യണം, മക്കളെ ഏറ്റവും കൂടുതൽ നല്ല അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് നിങ്ങൾ അതിൽ എഴുതുന്ന വാക്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് അതൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് കുറച്ച് കളേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൽ എഴുതുന്ന സെന്റൻസ് ഒക്കെ നല്ല ഭംഗിയാക്കിയിട്ട് എഴുതുക. അതിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പം ക്രിസ്മസ് ഒക്കെ ആണെങ്കിൽ ഗിഫ്റ്റിൻ്റെതും അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെയും ക്രിസ്മസ് ട്രീയും സ്റ്റാർസും കേക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഉൾപ്പെടുത്തുക അല്ലെ. അപ്പൊ അത്തരത്തിൽ ചിത്രങ്ങളൊക്കെ മാക്സിമം ഉൾപ്പെടുത്തുക. പിന്നെ കളേഴ്സ് ഉപയോഗിച്ച് അതിലുള്ള കാര്യങ്ങളൊക്കെ എഴുതുക കേട്ടോ. ഗ്രീറ്റിംഗ് കാർഡ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മക്കൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിനൊക്കെ പ്രത്യേകം മാർക്കുകൾ ഉണ്ടായിരിക്കും. അതും നമുക്ക് 5 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരിക. അപ്പൊ വെറുതെ അതിലുള്ള സെന്റൻസ് മാത്രം എഴുതിയാൽ നമുക്ക് മുഴുവൻ മാർക്കും കിട്ടില്ല. ഇത്തരത്തിൽ ചിത്രങ്ങൾ എഴുതുക, ചിത്രങ്ങൾ വരയ്ക്കുക, അതുപോലെ തന്നെ കളർ കൊടുക്കുകയൊക്കെ ചെയ്താലാണ് മക്കൾക്ക് മുഴുവൻ മാർക്ക് അതിന് സ്കോർ ചെയ്യാൻ പറ്റുക കേട്ടോ. ഓക്കെ, ദെൻ ലാസ്റ്റ് വണ്ണാണ് തോട്ട് എഴുതാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തോട്ട് എഴുതാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പൊ മിസ് ഒരു സിറ്റുവേഷൻ പറയാം. നമ്മുടെ റോക്കിയെ ഓർമ്മയുണ്ടോ, അതുപോലെ നമ്മുടെ ക്രോനെ ഓർമ്മയുണ്ടോ? റോക്കി എന്ത് ചെയ്യാണ്, നമ്മുടെ ക്രോയുടെ നെക്സ്റ്റ് ഒരു കൂടിന്റെ ഒരു മരത്തിന്റെ മുകളിലാണ് അവരുടെ കൂടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അതിൽ ആരുണ്ട്, നമ്മളുടെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ റോക്കി എന്ത് ചെയ്യാണ്, ഈ മരത്തിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കാക്കയുടെ തോട്ട് എന്താണ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്കൊരു ചോദ്യം വരാം കേട്ടോ. അപ്പൊ അവൾ എന്തൊക്കെയായിരിക്കും മക്കളെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക, അവൻ ആ മരത്തിൽ കയറുമോ, അവന് എന്റെ ചിക്സിനെ അറ്റാക്ക് ചെയ്യോ എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും ആര് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക, നമ്മുടെ ക്രോ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ കൂട്ടിൽ എന്റെ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാണ്, അവരെ അറ്റാക്ക് ചെയ്യോ, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മുടെ ക്രോ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഒരു തോട്ട് എഴുതാനായിട്ട് ഉണ്ടായിരിക്കും. ഇനി ചിലപ്പോൾ നമ്മുടെ ദൊറോത്തിയുടെ തോട്ട് എഴുതാനായിട്ടുണ്ടായിരിക്കും. അതായത് അവൾ എന്ത് ചെയ്യാണ്, വിസാർഡ് ഓഫ് ഓസിനെ കാണാനായിട്ട് പോവാണ്. ആ സമയത്ത് അവൾ ചിന്തിക്കുകയാണ്, നമ്മള് ഓസ് എന്നെ സഹായിക്കോ, ഞങ്ങൾക്ക് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് എത്താനായിട്ട് പറ്റുമോ, എനിക്ക് എന്റെ അങ്കിളിനെയോ ഓണ്ടിനെയോ ഒക്കെ കാണാനായിട്ട് പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ അവള് ചിന്തിക്കുക അല്ലെ. ഓക്കെ, അപ്പം മിസ് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്രോന്റെ തോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് ടീച്ചർ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ മെമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, മെമ്പേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാരൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നാളത്തെ എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് മക്കൾ നോക്കേണ്ടത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യേണ്ട കാര്യം മറക്കണ്ട. വെറും 89 രൂപയ്ക്ക് കൂട്ടുകാർക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ഇത്തരത്തിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.